കഴിഞ്ഞ ആഴ്ച നമ്മുടെ സോഷ്യൽ മീഡിയാസിലും ബാക്കി പത്രമാധ്യമങ്ങളിലും ടി വി ചാനലുകളിലും ന്യൂസിലും എല്ലാം രണ്ട് ആളുകൾ വളരെ തിളങ്ങി നിന്നൂല. അതിലൊന്ന് നമ്മുടെ ആര്യ രാജേന്ദ്രനും രണ്ട് നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തുമാണ്. ഇന്ന് നമുക്ക് അവരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അതായത് നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തും നമ്മുടെ മുൻ മേയർ ആര്യ രാജേന്ദ്രനും രണ്ടുപേരുടെയും ക്യാരക്ടർ നോക്കുന്ന സമയത്ത് നല്ലൊരു സിമിലാരിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലേ? നിങ്ങൾക്കത് തോന്നിയിട്ടില്ലേ? രണ്ടുപേരും എന്താ പറയുക, ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഒരു സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, വളരെ പുച്ഛമായി, അല്ലെങ്കിൽ ധാർഷ്ട്യം, അഹങ്കാരം എന്നൊക്കെ പറയും പോലെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അങ്ങനെയാണല്ലോ പറയുന്നത്. അതായത് താഴേക്കിടയിലുള്ള ആളുകൾ കാണുമ്പോൾ വളരെയേറെ പുച്ഛം, അവര് എന്തോ ആണെന്നുള്ളത്. അവർക്ക് കിട്ടിയ വൻ തിരിച്ചടികളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ മേയറാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് ആര്യ രാജേന്ദ്രൻ അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവരുടെ ഒരു ദയനീയ സ്ഥിതി, അതായത് CPM-ന്റെ ഒരു പ്രസംഗം നടക്കുന്ന സമയത്ത് ആരും ക്ഷണിക്കാതെ തന്നെ ഒരു കസേരയില്ലാതെ ഒക്കത്തെ ഒരു കുട്ടിയുമായിട്ട് നിൽക്കുന്ന ആര്യ രാജേന്ദ്രന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. അത് കണ്ടിട്ട് എല്ലാ ആളുകളും എന്താ പറയുക, വളരെ സമാധാനമായി സന്തോഷമായിട്ടിരുന്നു. എന്താ പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഭരണം നിൽക്കുന്ന സമയത്ത് അത്രയ്ക്ക് അഹങ്കാരം പിടിച്ച പ്രവർത്തികളായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറുപ്പിക്കുക പറയില്ല. തിരുവനന്തപുരത്ത് MP സീറ്റ് കംപ്ലീറ്റ് പാർട്ടി പരാജയപ്പെടാനുള്ള മെയിൻ കാരണം ഈ ആര്യ രാജേന്ദ്രന്റെ പ്രവൃത്തികളാണ്. അവർക്ക് എന്നിട്ടും അതിലൊരു തിരിച്ചറിവ് വന്നിട്ടില്ല എന്നാണ് വേറൊരു ഇത്. അപ്പൊ ആ ഒരു ചിത്രം സോഷ്യൽ മീഡിയസിലൊക്കെ വളരെ ഇതായിട്ട് മാറി. അത് കണ്ടിട്ട് വളരെ ദയനീയ അവസ്ഥയാണെങ്കിലും അത് കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങളെ കംപ്ലീറ്റ് സന്തോഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് എന്ന് പറയുന്നത്, അല്ലേ? അതായത് വളരെ പ്രതിഭയായ, എന്താ പറയുക, വളരെ കഴിവുള്ള രഞ്ജിത്ത് എന്ന് പറയുന്നത് ഒരു പെണ്ണ് കേസിൽ പെട്ടിട്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിന്റെ വരാന്തിയിൽ നിൽക്കുന്ന സീനുകളും അവരിങ്ങനെ പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുന്ന സീനുകളും കണ്ടിട്ട് ശരിക്കും നമുക്ക് വല്ലാതായിപ്പോയി. പക്ഷെ ഇത് കണ്ടപ്പോഴും മലയാളി വളരെയേറെ സന്തോഷിച്ചു. ഈ രണ്ടും വളരെ ഒരു സങ്കടകരമായ അവസ്ഥയായിരുന്നു. അതായത് ഒരു ഹൈ ലെവലിൽ നിന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് താഴെക്കിടയിൽ എത്തുന്ന സമയത്ത് വളരെ ഒന്നും അല്ലാത്ത അവസ്ഥ. അതായത് അവരുടെ ആ പദവിയും അവരുടെ ഇരിക്കുന്ന സമയത്തുള്ള എല്ലാം ഇതായി ലാസ്റ്റ് ഒരു സീറോ ലെവലൊന്നും പറയാൻ പറ്റില്ല, മൈനസ് ലെവലിൽ എത്തുന്ന സമയത്ത് വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. ആ രഞ്ജിത്തിന്റെ ആ മജിസ്ട്രേറ്റിന്റെ മുമ്പിലുള്ള ആ ഒരു നിപ്പും, ആര്യ രാജേന്ദ്രന്റെ അവിടെ സ്റ്റേജില് പ്രമുഖ CPM നേതാക്കളെ സീറ്റില് ഇരുന്ന് പ്രസംഗിക്കുന്ന സമയത്ത് വളരെ എന്താ പറയാ, ഒക്കത്തൊരു കുട്ടിയും വെച്ച് പര നടന്നുകൊണ്ട് ലാസ്റ്റ് അത് കഴിഞ്ഞ വഴി എഴുന്നേറ്റ് വീട്ടിലേക്കും ആരും പറയാതെ തന്നെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു പോണ ആര്യ രാജേന്ദ്രന്റെ ചിത്രം. ഈ രണ്ടുപേർക്കും എന്താണ്, എവിടെയാണ് പറ്റിയത്, എവിടെയാണ് പഴച്ചത്? അതായത് പദവിയുള്ള സമയത്ത്, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റാറ്റസ് ഉള്ള സമയത്ത് അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ തന്നെ. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഏറ്റവും അവസാന സമയങ്ങളിൽ യദു പറയുന്ന ആ KSRTC ഡ്രൈവറല്ലേ, അദ്ദേഹത്തിന് അവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും കൂടി ചെയ്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യദു പറഞ്ഞാൽ പരമാവധി ഇട്ട് എന്താ പറയാ, ഇപ്പോഴും അതിന്റെ കേസ് തീർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേട്ടാൽ തന്നെ നമുക്കറിയാം വളരെ പാവം പിടിച്ച ഒരു ഡ്രൈവറാണ്. അതോടെ ജീവിതമായി തന്നെ ഏകദേശം പാഴാക്കി ഈ സ്ത്രീ, മനസ്സിലായ? അതുപോലെ തന്നെ ഈ മറ്റേ രഞ്ജിത്ത് എന്ന് പറയുന്നത് വളരെ പ്രതിഭയാണ് അല്ലേ? അദ്ദേഹത്തിന്റെ 1987
അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഒരു മെയ് മാസ പുലരിയിൽ എന്ന് പറയുന്ന സിനിമ. ഞാനൊക്കെ അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആ ഒരു സിനിമ VCRലാണ് ആദ്യമായിട്ട് കണ്ടത്. കണ്ട മാത്രയിൽ തന്നെ ഞാൻ ഞെട്ടിപ്പോയി അതിലെ കഥ. അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ശാരി, ആ മെയ് മാസ പുലരി, പുലർക്കാല സുന്ദര ഉള്ള ആ പാട്ടൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇത്. ആ സിനിമയുടെ പേരാണ് ഒരു മെയ് മാസ പുലരിയിൽ. അതിലെ ഈ ഗാനമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കഥ എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജിത്താണ്. അതിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇഷ്ടംപോലെ സിനിമകൾ നമ്മളിത് പണ്ടുകാലത്ത് TV-യിലും തിയേറ്ററിൽ എല്ലാം കണ്ട ഒരുപാട് നല്ല നല്ല സിനിമകൾ രഞ്ജിത്തിൻ്റെയാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. അതായത് മറ്റേ എഴുതാപ്പുറങ്ങൾ, അല്ലെങ്കിൽ പിന്നീട് വന്ന ഊർക്കാപ്പുറത്ത്, മറുപുറം, ഫിറ്റ്നസ്, കാലാൾപ്പട, പൂക്കാലം വരവായി, ജോണി വാക്കർ, ഇഷ്ടംപോലെ പടങ്ങളുടെ കഥ അല്ലെങ്കിൽ തിരക്കഥ ഈ രഞ്ജിത്ത് പറയുന്ന വ്യക്തിയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഓഫ് കോഴ്സ് ഒരു നല്ല ഒരു 4 പടം നമ്മൾ റിപ്പീറ്റ് അടിച്ച് കണ്ട ഒരു 4 പടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രഞ്ജിത്തിന്റെ തിരക്കഥയിലുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ ദേവാസുരം, മറ്റേ പ്രാഞ്ചിയേട്ടൻ, ആറാം തമ്പുരാൻ, അയ്യപ്പനും കോശിയും, അല്ലേ, റിപ്പീറ്റ് അടിച്ച് കണ്ടവരായിരിക്കും. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ എന്താ പറയാ പരാജയങ്ങള് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് പ്രശസ്തി വന്ന് വരുന്തോറും വേറൊരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഇതായി. അതിന് തൊട്ട് മുമ്പ് തന്നെ ഒരുപാട് വാണിംഗ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2009 ഇറങ്ങിയ മറ്റേ പാലേരി മാണിക്കല്ലേ, ആ സെറ്റിന്റെ അവിടെ വെച്ചിട്ട് തന്നെ ഒരു ഹിന്ദി നടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ പരാതി നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടു പോയതാണ്. അത് അദ്ദേഹത്തിന് ഒരു വാണിംഗ് ആയിരുന്നു. എന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് ഒന്നും പഠിച്ചില്ല. പിന്നെ ഒരു പയ്യൻ കേസ് കൊടുത്തത് ഇല്ല, അതായത് അദ്ദേഹം ഹോമോസെക്സിന് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് വീണ്ടും കിട്ടി. അപ്പോഴും അദ്ദേഹം പാഠങ്ങൾ പഠിച്ചില്ല. പിന്നെ 2020 ശേഷം അദ്ദേഹത്തിന്റെ പടങ്ങൾ അയ്യപ്പനും കോശിയാണ് അവസാനം അദ്ദേഹം ഒന്ന് രക്ഷപ്പെട്ട പടം. പിന്നീട് ഇറങ്ങിയ പടങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. അദ്ദേഹം ഏകദേശം പ്രാഞ്ചിയേട്ടൻ വരെ വളരെ നല്ല രീതിയിൽ ഗംഭീരമായി പോയതാണ്. പിന്നീട് ഇറങ്ങിയ ഓരോ പടങ്ങളും ഡ്രാമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ തന്നെയാണ് ആ പഴയ പ്രതിഭയുള്ള ആളെന്ന് നമുക്ക് തോന്നിപ്പോയി, അല്ലേ. ഡ്രാമ, മറ്റേ ലോഹം, അങ്ങനെ കുറെ 8 നില പൊട്ടിയ കുറെ ഫിലിമുകൾ, പുത്തമ്മണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അരിശം വരും. നമ്മൾ കണ്ടിട്ടുണ്ടാകും മമ്മൂട്ടിൻ്റെയൊക്കെ, അല്ലേ. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഒരുപാട് എന്താ പറയാ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തിക്കൊണ്ടേയിരുന്നു. പിന്നെ എന്താ പറയാ ഇവിടുന്ന് ചലച്ചിത്ര അക്കാദമിന്റെ ചെയർമാൻ ആയി. അതിനുശേഷം അദ്ദേഹത്തിനെ കൂക്കി അദ്ദേഹം പഴയ SFIക്കാരൻ എന്നുള്ള പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ. നാൾക്ക് നാൾ വിവാദങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. മൊത്തം ആരോഗ്യവും അദ്ദേഹത്തിന് പോയി. എന്നാലും മറ്റേ ആരോഗ്യമൊന്നും വളരെയേറെ വർദ്ധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിൽ പെട്ടത് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ അവിടുത്തെ പുറത്തെ നടികൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലെ നടികളൊക്കെ പോക്കാണെന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുത്ത 2 നടികളും ഔട്ട്സൈഡേഴ്സാണ്. ഓക്കെ, അതായത് ഔട്ട്സൈഡിൽ വന്ന ഈ നടികളാണ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെയുള്ള ടീമുകളൊന്നും കേസ് കൊടുത്തിട്ടില്ല. പൊതുവെ നമ്മുടെ ഒരു ധാരണ ഉണ്ടായിരുന്നതാണ് ഔട്ട്സൈഡിൽ നടിമാര് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പോക്കുകളാണ് എന്നുള്ള ധാരണയായിരുന്നു. ഇതിന്റെ ഇപ്പൊ വളരെയേറെ ധാർഷ്ട്യം, വളരെയേറെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതായിരുന്നു, അല്ലേ, സോഷ്യൽ മീഡിയാസിലൊക്കെ. അയാളത് എന്തോ ചെയ്തിട്ട് പോട്ടെ, അയാള് ധാർഷ്ട്യം കാണിച്ചോട്ടെ, അഹങ്കാരം കാണിച്ചോട്ടെ. നമ്മൾ ആ രഞ്ജിത്തിന്റെ കാര്യത്തിൽ എതിർക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. അതായത് ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഇദ്ദേഹം ഒരു പ്രൊവക്കേഷൻ അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അത് രഞ്ജിത്തല്ല, ആര് ചെയ്താലും. അതായത് ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ കൈവയ്ക്കുക എന്ന് പറയുന്നത് ഭാര്യയാണെങ്കിലും കാമുകിയാണെങ്കിലും വളരെ തെറ്റ് തന്നെയാണ്. അത്രയും കോമൺ സെൻസ് ഇല്ല ഇയാൾക്ക്, അതാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു പെണ്ണിന്റെ സമ്മതം ഇല്ലാതെ ഇയാൾ എന്തിനു കയറി പിടിച്ചു, അല്ലയാ എന്തിനും അങ്ങനത്തെ അറ്റംപ്റ്റുകൾ നടത്തി. അപ്പോ അയാളുടെ തോന്നിയ ദിവസം എന്നല്ല പറയുക. ഇപ്പോ എന്താ പറയാ ജയിലിലെ ഉണ്ടയിൽ നിന്ന് ആദ്യത്തിന് അതിൽ പറഞ്ഞ പോലെ ഇപ്പൊ ജയിലിൽ ഉണ്ടല്ല
ബിരിയാണിയൊക്കെയാണ് അതും കഴിച്ച് ഇപ്പോൾ അഹങ്കാരത്തിന് കുറച്ച് ഇതായി. ഇതിൽ നിന്നും അദ്ദേഹം പാഠം ഉൾക്കൊണ്ടിട്ട് ഇനിയെങ്കിലും ഇതിന്റെ ക്യാരക്ടറെ മാറ്റുക അല്ലേ. ഇപ്പോൾ ഇനി മറ്റേ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്, അതായത് നമ്മൾ വിചാരിക്കുന്ന വിഗ്രഹങ്ങളൊന്നും അല്ല. ഇപ്പൊ നമ്മള് പല സൂപ്പർ സ്റ്റാറുകളാണെങ്കിലും ശരി, മമ്മൂട്ടി ആണെങ്കിലും ശരി, മോഹൻലാൽ ആണെങ്കിലും ശരി, രജനീകാന്ത് ആണെങ്കിലും ശരി, ഇപ്പൊ ഡയറക്ടർമാരാണെങ്കിലും ശരി, MT വാസുദേവൻ നായരാണെങ്കിലും ശരി, അവരുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് തനിപ്പോക്കായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അവരുടെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ സിനിമകളിലൂടെ കണ്ടിട്ട് അവരെ അന്ധമായി ആരാധിക്കുന്ന ആ ഒരു കച്ചവടം നമ്മൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഇതുവരെയൊക്കെ പണ്ട് ഒരുപാട് ആരാധിച്ചാണ് കേട്ടോ. അപ്പൊ രജനീകാന്തിനെയൊക്കെ ഞാൻ ഒരുപാട് ഏഴായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരാധിച്ചാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സത്യ തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ ഒരു മൂവിയുടെ ട്രെയിലറ് കാണുന്ന സമയത്ത്, ട്രെയിലറല്ല ഒരു പടം അദ്ദേഹം കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടു ജോലിക്കാരിയെ 2.5 മണിക്കൂർ നിർത്തിയിട്ടാണ് അദ്ദേഹം കാണുന്നത്. സിനിമയിലേക്ക് ഏഴായി തോഴന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടും, ഏഴൈൻ്റെ തോളിൽ ഇട്ടിട്ട് നല്ല മാസ് ഡയലോഗൊക്കെ ഉണ്ടാകും. പക്ഷെ റിയൽ ലൈഫിൽ വീട്ടിലെ ജോലിക്കാരനെ 2.5 മണിക്കൂർ ഇയാളുടെ സിനിമയുടെ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2.5 മണിക്കൂർ ആ സ്ത്രീനെ നിർത്തിച്ചു. ആര്? ഈ ഏഴൈ തോഴൻ പറഞ്ഞ ഈ രജനീകാന്ത്. അപ്പോ പിന്നെ മമ്മൂട്ടി മോഹൻലാലിന്റെ കാര്യം അറിയാലോ, ഹേമ കമ്മിറ്റിയിൽ ഇവരുടെ പേരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതാണ് ആ സംഭവം അത് പൂഴ്ത്തി വെക്കാനുള്ള മെയിൻ കാരണം. ഓക്കെ, അപ്പൊ ഈ ടീമുകളിലേക്ക് നമ്മൾ അന്ധമായി ആരാധിക്കുന്നത്, പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ MT വാസുദേവൻ നായർ അല്ലെ, ആയുധബാരിനെ അദ്ദേഹം ഒരുപാട് ഹറാസ്മെന്റ് ചെയ്തിട്ടുണ്ട്, മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ ചില ആളുകളുടെ ബിംബങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഏത് മേഖലയാണ് പറഞ്ഞാൽ ആ മേഖലയിൽ അവർ പയറ്റി തെളിഞ്ഞിട്ടുണ്ടാവും. അവരെ ആരാധിക്കുക, അവരെ അന്ധമായി അവരുടെ ലൈഫ് ആരാധിക്കുന്ന സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ. ഇപ്പൊ പറഞ്ഞു വന്നത് രഞ്ജിത്തിന്റെ പ്രശ്നം തന്നെ, അദ്ദേഹം നല്ലൊരു പ്രതിഭയായിരുന്നു, പിന്നീട് എല്ലാം കൊണ്ട് കുളവാക്കി. ഇപ്പോ കോടതികൾ തോറും ഇതായി മാറി. അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും വൻ തിരിച്ചടി കിട്ടി. ഇനിയെങ്കിലും ഇതൊരു പാഠമായി ഉൾക്കൊണ്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അല്ലേ. ഇത് ഒരു വലിയൊരു പാഠമായിക്കോട്ടെ. അതായത് ഏതൊരു പെണ്ണും ആയിക്കോട്ടെ, അത് നേരത്തെ പറഞ്ഞ പോലെ ഭാര്യയെ കാമിക്കുക ആരായിക്കോട്ടെ, അവരുടെ സമ്മതമില്ലാതെ നിങ്ങൾ കൈവയ്ക്കാൻ പോകണ്ട. ഓക്കെ, അവരുടെ സമ്മതപ്രകാരം ഇത് പ്രകാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇയാൾ ചെയ്യുന്നതിൽ ഇയാളെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. ധാർഷ്ട്യം അഹങ്കാരം ഒക്കെ ഓരോ ആളുകളുടെ ക്യാരക്ടറാണ്. ഓക്കെ, അതാണ് എൻ്റെ നിഗമനത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ആഴ്ചയിലെ ആ രണ്ട് എന്താ പറയുക സോഷ്യൽ മീഡിയാസിലെ 2 താരങ്ങൾ എന്ന് പറയുന്നത് മറ്റേ രഞ്ജിത്തും ആര്യ രാജേന്ദ്രനുമായിരുന്നു. രണ്ടിനും കണക്കറ്റ് കിട്ടുകയും ചെയ്തു. അതിൽ നിന്ന് അവര് പാഠം ഉൾക്കൊണ്ടിട്ട് ഇനിയെങ്കിലും ഒരു തിരിച്ചുവരവ് നടത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം.